ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത് ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ്, അതേപോലെ ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റ്, അതേപോലെ ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഈ 3 മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കാം, ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ്, DSDM എന്ന് പറയും. അപ്പോൾ ഇത് ഇതുവരെ നമ്മൾ അജൈൽ മോഡലിങ്ങിൻ്റെ ഫ്രെയിം വർക്ക്സ് ആയിരുന്നില്ലേ പറഞ്ഞത്. അപ്പോൾ അതിൽ വരുന്ന വേറൊരു ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് DSDM എന്ന് പറയുന്നത്. ഈ DSDM ഒക്കെ നമ്മൾ അജൈൽ ഡെവലപ്മെൻറ്റ് മോഡൽസ് എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഒരുപാട് ഫ്രെയിം വർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു, പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ASD പഠിച്ചു, അതേപോലെ XP പ്രോസസ്സ് പഠിച്ചു, കോർ XP പ്രോസസ്സ് പഠിച്ചു, അങ്ങനെ കുറേ എണ്ണം പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന വേറെ ഫ്രെയിം വർക്കുകളാണ് ഈ DSDM, അതേപോലെ LSD, FDD എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് DSDM എന്ന് നോക്കാം. The longest established agile method launched in 1995 is an iterative incremental agile software development methodology that is largely based on the rapid application development methodology and focused on delivering business solutions quickly and efficiently. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മെത്തേഡ്, അജൈൽ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് DSDM എന്ന് പറയുന്നത്. ലോഞ്ച് ചെയ്തത് 1995 ഇയേഴ്സും അതേപോലെ പ്രപ്പോസ് ചെയ്തവരൊക്കെ നോക്കി വെക്കുക. പിന്നെ ഇതും എന്താണ്, ഒരു ഐട്രേറ്റീവ് മെത്തേഡാണ്, ഇൻക്രിമെൻ്റൽ ഐട്രേറ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ്. ഇതിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് റാപ്പിഡ് അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് RAD മെത്തഡോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സൊല്യൂഷൻസൊക്കെ എത്രയും ഈസി ആയിട്ട് എഫിഷ്യൻ്റായിട്ടും ക്വിക്കായിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് DSDM. ഇതുവരെ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ മെത്തേഡ് പോലൊക്കെ തന്നെ. DSDM, Dynamic Systems Development Method, is the only agile method to focus on the management of agile projects. അപ്പോൾ അജൈൽ പ്രോജക്ട്സിൻ്റെ മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് DSDM ആണ്. എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് സിമിലർ ഇൻ മെനി വേസ് ടു സ്ക്രം ആൻഡ് XP, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ബെസ്റ്റ് യൂസേഴ്സ് വെർ ദ ടൈം റിക്വയർഡ് ഈസ് ഫിക്സ്ഡ്. അപ്പോൾ സ്ക്രമ്മും അതേപോലെ XP നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ്, സിമിലർ ആയിട്ട് തന്നെയാണ് ആ ഏത് മെത്തേഡ് ഉള്ളത്, DSDM മെത്തേഡ് ഉള്ളത്. പക്ഷേ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂസേഴ്സാണ് ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. DSDM differs from more common agile approaches as it encompasses the entire project lifecycle and not just software development. DSDM incorporates project management disciplines and provides mechanisms to ensure that the project benefits are clear, the proposed solution is feasible, and there are solid foundation in place before detailed work is started. മറ്റുള്ള അജൈൽ അപ്രോച്ചസും DSDMും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, കോമൺ ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇത് കംപ്ലീറ്റ് പ്രൊജക്റ്റിൻ്റെ എൻ്റയർ ലൈഫ് സൈക്കിളിനെയാണ് എന്ത് ചെയ്യുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ അതായത് ഒരു പ്രത്യേക ഷോർട്ട് പീരീഡിലേക്കുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ഡെവലപ്മെൻറ്റ് മെത്തേഡ്സും വെച്ചിട്ടുള്ളൂ. അജൈൽ മോഡലിങ്ങിൻ്റെ അണ്ടറിലുള്ളതാണ് പറയുന്നത്. ഇത് DSDMൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റയർ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് മാത്രമല്ല, അതേപോലെ തന്നെയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അവർ നോക്കുന്നുണ്ട്. അതേപോലെ പ്രൊജക്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ ക്ലിയറാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും, അതേപോലെ ഇതിന് വേണ്ട രീതിയിലുള്ള, ഈ പ്രോബ്ലത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രപ്പോസ്ഡ് സൊല്യൂഷൻ, ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസ്ഡ് സൊല്യൂഷൻ കൊണ്ടുവരാനും ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സോളിഡ് ഫൗണ്ടേഷൻസ് ആദ്യമേ കണ്ടുവെക്കുന്നുണ്ട്. അതായത് ഡീറ്റെയിൽഡ് വർക്കിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളിലും ഉള്ള ഒരു സോളിഡ് ബേസ്, ഒരു തറ എന്ന് പറയില്ല, ഒരു ഫൗണ്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡിൽ ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. DSDM കൺസിസ്റ്റ് ഓഫ് 5 phases, 5 phases ആണുള്ളത്. ഫീസിബിലിറ്റി സ്റ്റഡി, ബിസിനസ് സ്റ്റഡി, ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. നോക്കുക, നമ്മൾ SDLC ഫേസിൽ പറഞ്ഞ ഫേസുകൾ തന്നെയാണിത്, പക്ഷെ പല രീതിയിൽ പല പേരുകളിൽ ഓരോ മെത്തേഡിലും യൂസ് ചെയ്യുന്നു എന്നതാണ്.
അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി, ബിസിനസ് സ്റ്റഡി, ഫങ്ഷണൽ മോഡൽ ഐട്രേഷൻ, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐട്രേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ. ദ ഫസ്റ്റ് 2 phases ആർ സീക്വൻഷ്യൽ ആൻഡ് ദെൻ ഓൺലി വൺസ്. അപ്പോൾ ആദ്യത്തെ 2 ഫേസ്, അതായത് ഫീസിബിലിറ്റി സ്റ്റഡിയും ബിസിനസ് സ്റ്റഡി എന്ന് പറയുന്നത് സീക്വൻഷ്യലാണ്, ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യുള്ളൂ. ലാസ്റ്റ് 3 phases എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂറിങ് വിച്ച് ദ ആക്ച്വൽ ഡെവലപ്മെൻറ്റ് വർക്ക് ഈസ് ഡൺ ആർ ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ. ഇതിൽ നിന്ന് തന്നെ മറ്റുള്ള മെത്തേഡിൽ നിന്നുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് മനസ്സിലാവും. ആദ്യത്തെ 2 phases സീക്വൻഷ്യലാണ്, ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ലാസ്റ്റുള്ള 3 phases എന്ന് പറയുന്നത് ഐട്രേറ്റീവും ഇൻക്രിമെൻ്റലും ആണ്. അതിങ്ങനെ ലൂപ്പ് പോലെ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടതായിട്ട് ഈ മെത്തേഡിൽ വരും. DSDM approaches iterations as time boxes. A time box lasts for a predefined period of time. ഇതിലും ഐട്രേഷനിൽ ടൈം ബോക്സസ് വരുന്നുണ്ട്. ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈമിലാണ് ടൈം ബോക്സസ് വരുന്നത്. ദ ഐട്രേഷൻ ഹാസ് ടു എൻഡ് വിത്തിൻ ദ ടൈം ബോക്സസ്. അപ്പോൾ ഈ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഈ ഐട്രേഷൻസ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ദ ടൈം അലൗഡ് ഫോർ ഈച്ച് ഐട്രേഷൻ ടു ടേക്ക് ഈസ് പ്ലാൻഡ് ബിഫോർ ഹാൻഡ്. അപ്പോൾ എപ്പോൾ ഈ ഒരു ഐട്രേഷൻ തീരണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടാവും? മുന്നേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞ് ഫിക്സ് ചെയ്ത ഡേറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു ഐട്രേഷൻ എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അലോങ് വിത്ത് ദ റിസൾട്ട്സ് ദ ഐട്രേഷൻ ഈസ് ഗ്യാരണ്ടീഡ് ടു പ്രൊഡ്യൂസ്. ഇൻ DSDM എ ടിപ്പിക്കൽ ടൈം ബോക്സ് ഡ്യൂറേഷൻ ഈസ് ഫ്രം എ ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ വീക്സ്. അപ്പോൾ ഈ ഒരു ടൈം ബോക്സ് പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് വീക്കുകളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇനി താഴെ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 5 ഫേസുകളെ ഇൻട്രൊഡക്ഷനാണ്. അതിൻ്റെ എങ്ങനെയാണ് ഓരോ ഫേസിലും ഇത് വർക്ക് ചെയ്യുന്നത് എന്നതാണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫേസ് എന്ന് പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. ഇതിലെന്താണ്? പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഓഫ് ദ ഡിസൈഡ് അപ്ലിക്കേഷൻ ഈസ് വെരിഫൈഡ്. അതായത് എത്രത്തോളം നമുക്കിത് ഫീസിബിളാണ്, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബ്ലത്തിനെ കണ്ടെത്തണം, പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യണം. ടെക്നിക്കൽ ഫീസിബിലിറ്റി എത്രത്തോളം ഈ ഒരു അപ്ലിക്കേഷന് നമുക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം വെരിഫൈഡ് ആണ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാണ്. Apart from these routine tasks, it is also checked whether the application is suitable for DSDM approach or not. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലം, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന അപ്ലിക്കേഷൻ DSDM അപ്രോച്ചിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫേസിൽ നമ്മൾ നോക്കുന്നുണ്ട്. Only if the DSDM is found as justified approach for the desired system, the development continues. അപ്പോൾ DSDMലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ, അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. 2 വർക്ക് പ്രോഡക്ട്സ് ആർ പ്രിപ്പയർഡ്. അപ്പോൾ ഈ ഒരു ഫേസിൽ 2 വർക്ക് പ്രോഡക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫീസിബിലിറ്റി റിപ്പോർട്ടും മറ്റേത് ഔട്ട്ലൈൻ പ്ലാൻ ഫോർ ഡെവലപ്മെൻറ്റും. ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു പ്ലാനും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനലി എ ഫാസ്റ്റ് പ്രോട്ടോടൈപ്പ് can also be made if the business or technology are not known well enough to be able to decide whether to proceed to the next phase or not. The feasibility study phase is not expected to take more than a few weeks. അപ്പോൾ ഇൻ കേസ് നമുക്ക് അടുത്ത അതായത് പെട്ടെന്നുള്ള ഒരു പ്രോട്ടോടൈപ്പ് റിപ്പോർട്ടും കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ചില ടൈമിൽ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ബിസിനസ് ഓർ ടെക്നോളജി ആർ നോട്ട് നോൺ വെൽ ഇനഫ്. അതായത് ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ, അതേപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ടെക്നോളജി ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല, അല്ലെങ്കിൽ അത്രയും ബേസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതായത് ഉള്ളത് വെച്ചിട്ട് ഫാസ്റ്റായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റും എന്നതാണ് പറയുന്നത്. ഉണ്ടാക്കി വെക്കാം ഈ ഒരു മെത്തേഡിലൂടെ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും ഫ്യൂ വീക്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം എന്നതാണ്. അതിലേറെ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് പോകാൻ പാടില്ല. അപ്പോൾ അടുത്തത് ബിസിനസ് സ്റ്റഡിയാണ്. ബിസിനസ് സ്റ്റഡി നോക്കാം. ദ ബിസിനസ് സ്റ്റഡി is a phase where the essential characteristics of the business and technology are analyzed. അപ്പോൾ ബിസിനസ് സ്റ്റഡിയിൽ വന്നിട്ട് ബിസിനസ്സിൻ്റെയും ടെക്നോളജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ട്. The business requirements are specified at a high level and the information requirements out of the system are identified. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ബിസിനസ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്നുള്ളത് ഹയർ പ്രയോറിറ്റി ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെക്കും.
അതേപോലെ തന്നെയാണ് ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് സിസ്റ്റത്തിന് വേണ്ടതും അല്ലാത്തത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. The maintainability level of the system is also identified here so as to get the standards for quality control activities throughout the development process. അതേപോലെ തന്നെയാണ് എത്രത്തോളം മെയിൻറ്റെയിനബിലിറ്റി ലെവൽ ഈ ഒരു സിസ്റ്റത്തിൽ വേണ്ടി വരും എന്നുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഈ ഒരു ത്രൂ ഔട്ട് എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, അനലൈസ് ചെയ്ത് വെക്കും, ഐഡൻറ്റിഫൈ ചെയ്യും. 2 more work products are prepared in the business study. ഇപ്പോൾ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ 2 വർക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഒന്ന് ഫീസിബിലിറ്റി റിപ്പോർട്ടും മറ്റേത് ഔട്ട്ലൈൻ പ്ലാൻ ഫോർ ഡെവലപ്മെൻറ്റും. ബിസിനസ് സ്റ്റഡിയിൽ വന്നിട്ട് നമ്മൾ വീണ്ടും 2 വർക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിസ്റ്റം ആർക്കിടെക്ചർ ഡെഫിനിഷനും രണ്ടാമത്തേത് എന്താണ്, ഔട്ട്ലൈൻ പ്രോട്ടോടൈപ്പിംഗ് പ്ലാനും. നോക്കി വെക്കുക കേട്ടോ അതൊക്കെ. അപ്പോൾ ആർക്കിടെക്ചർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സിസ്റ്റം ആർക്കിടെക്ചർ സ്കെച്ചാണ്. അതെന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ടു ചേഞ്ച് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ DSDM പ്രൊജക്റ്റ്. അപ്പോൾ അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ പ്ലാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കൂലേ, പിന്നീടാവും നമ്മളതൊന്നും കൂടെ അനലൈസ് ചെയ്തിട്ട് പിന്നെ ഓരോന്നിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറ്റി തിരിക്കലൊക്കെ വരിക. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഫസ്റ്റ് ആർക്കിടെക്ചറൽ സ്കെച്ചാണ് ഫസ്റ്റ് ആർക്കിടെക്ചർ ഡെഫിനിഷനിൽ നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ ആ ഒരു DSDMൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും ആ ഒരു ആർക്കിടെക്ചറിൽ എന്ത് വരാം, ചേഞ്ച് വരുമല്ലോ, ഉറപ്പാണ്. രണ്ടാമത്തെ വർക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ പ്രോട്ടോടൈപ്പിംഗ് പ്ലാനാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റേറ്റ് ദ പ്രോട്ടോടൈപ്പിംഗ് സ്ട്രാറ്റജി ഫോർ ദ ഫോളോയിങ് സ്റ്റേജസ് ആൻഡ് എ പ്ലാൻ ഫോർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റേജിലേക്കുള്ള ഒരു സ്ട്രാറ്റജി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റത്തിന് കോൺഫിഗർ ചെയ്യേണ്ടി വരും, വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ മാനേജ്മെൻറ്റും കാര്യങ്ങളിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്ലാനാണ് ഏതിലുണ്ടാക്കുന്നത്, രണ്ടാമത്തെ വർക്ക് പ്രൊഡക്റ്റായ ഔട്ട്ലൈൻ പ്രോട്ടോടൈപ്പിംഗ് പ്ലാനിൽ ഉണ്ടാക്കി വെക്കുന്നത്. ക്ലിയർ ആയി വിചാരിക്കണോ? അപ്പോൾ അടുത്ത ഫേസ് വന്നിട്ട് ഫങ്ഷണൽ മോഡൽ ഐട്രേഷനാണ്. എന്തായിരിക്കും, ദ ഫസ്റ്റ് ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ ഫേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഏകദേശം അതിലേക്ക് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ അതാ ഈ ഒരു ഫേസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ ഫേസ് എന്ന് പറയുന്നത്. ഇൻ എവറി ഐട്രേഷൻ ദ കണ്ടൻസ് ആൻഡ് അപ്രോച്ച് ഫോർ ദ ഐട്രേഷൻ ആർ പ്ലാൻഡ്. അപ്പോൾ ഓരോ ഐട്രേഷനിലും എന്തൊക്കെ കണ്ടൻസ് ആണ്, അപ്രോച്ചസ് ആണ് ഐട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യും. ഐട്രേഷൻ ഈ ഒരു സ്റ്റെപ്പിലൂടെ പ്രൊസീഡ് ചെയ്യും. പിന്നെന്താ ഉണ്ടാകുന്നത്, ആൻഡ് ദ റിസൾട്ട്സ് ആർ അനലൈസ്ഡ് ഫോർ ഫർദർ ഐട്രേഷൻസ്. അപ്പോൾ ഇതിലൂടെ ബാക്കിയുള്ള റിസൾട്ടിന് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതായത് ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും ആ റിസൾട്ടിനെ എടുക്കും, അതിനെ അനലൈസ് ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ട് അടുത്ത ഐട്രേഷൻ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യലേ. അപ്പോൾ ബോത്ത് അനാലിസിസ് ആൻഡ് കോഡിങ് ആർ ഡൺ. അപ്പോൾ അനാലിസിസും കോഡിങ്ങും ഈ ഒരു ഫേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രോട്ടോടൈപ്പുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോ മോഡൽസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനാലിസിസിലൂടെ നമ്മൾ എന്താണ്, നമുക്കതൊരു എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഗെയിൻ ചെയ്യാണ്. അതാണ് ഈ പറഞ്ഞത്, എക്സ്പീരിയൻസസ് ഗെയിൻഡ് ഫ്രം ദം ആർ യൂസ്ഡ് ഇൻ ഇംപ്രൂവിങ് ദ അനാലിസിസ് മോഡൽസ്. അപ്പോൾ നോക്കുക, അതായത് ഓരോ ഐട്രേഷൻസ് കഴിയുമ്പോഴും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടുകയാണ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഓരോ മോഡൽസ് നമ്മൾ ഓരോ ഐട്രേഷൻസ് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഇങ്ങനെ നമുക്കൊരോ ഐഡിയ വരികയാണ് ചെയ്യുക. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലൂടെ ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. The prototypes are not to be entirely discarded but gradually steered towards such quality that they can be included in the final system. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോട്ടോടൈപ്പുകളൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളത് ഒഴിവാക്കില്ല ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം അതിനിങ്ങനെ ഇമ്പ്രൂവൈസ്ഡ് ആക്കി ഹയർ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റിയിട്ട് നമ്മൾ ഫൈനൽ സിസ്റ്റത്തിലേക്ക് അതങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യൽ. എ ഫങ്ഷണൽ മോഡൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് ആൻ ഔട്ട്പുട്ട് കണ്ടെയ്നിങ് ദ പ്രോട്ടോടൈപ്പ് കോഡ് ആൻഡ് അനാലിസിസ് മോഡൽ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ളൊരു മോഡലായിരിക്കും. അതേപോലെ കംപ്ലീറ്റ് പ്രോട്ടോടൈപ്പ് കോഡാണ്, അതേപോലെ അനാലിസിസ് മോഡൽസാണ്, ഇതെല്ലാം അതിലുണ്ടാവും. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു
ഫങ്ഷണൽ മോഡലായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ടെസ്റ്റിങ്ങും ഈസ് ഓൾസോ എ കണ്ടിന്യൂയിങ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദിസ് ഫേസ്. ടെസ്റ്റിങ്ങും ഈ ഒരു ഫേസിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. നോക്കാം നാലാമത്തെ ഫേസ് എന്താണ്? ഡിസൈൻ ആൻഡ് ബിൽഡ് ഐറ്ററേഷൻ. This phase stresses upon ensuring that the prototypes are satisfactorily and properly engineered to suit their operational environment. The software components designed during the functional modeling are further refined till they achieve a satisfactory standard. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ ഓരോ പ്രാവശ്യം അതിനെ ഡിസൈൻ ചെയ്യുമ്പോഴും അത് ഏറ്റവും രീതിയിലുള്ള സാറ്റിസ്ഫാക്ടറി സ്റ്റാൻഡേർഡ് മോഡലായിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ചെയ്യുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഫേസ് ഈസ് എ ടെസ്റ്റഡ് സിസ്റ്റം റെഡി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ഫേസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റമായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത്രയും സ്റ്റാൻഡേർഡായിട്ട് എല്ലാതും ചെക്ക് ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് സിസ്റ്റം. ഇംപ്ലിമെൻറ്റേഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കസ്റ്റമർക്ക് ഫൈനലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. പിന്നെ അവരുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ബാക്കി കംപ്ലീറ്റ് പാർട്ടും കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ഫേസിൽ നിന്ന് കിട്ടുക. There is no clear line between these two phases, and there may be cases where while some component has flown from the functional modeling to the design and build modeling while the other component has not been started, the two phases as a result may simultaneously continue. അപ്പോൾ ഇവിടെ ബിൽഡ് മോഡലിങ്ങും ഫങ്ഷണൽ മോഡലിങ്ങും ഡിസൈൻ മോഡലിങ്ങും അതേപോലെ ബിൽഡ് മോഡലിങ്ങും സെപ്പറേറ്റ് ആക്കി പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ ഫങ്ഷണൽ മോഡലിങ്ങിൻ്റെ കാര്യങ്ങൾ ചിലത്, ഇപ്പോൾ ഫങ്ഷണൽ മോഡലിങ്ങിൻ്റെ ചില കാര്യങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കും, പക്ഷേ ബിൽഡിംഗ് മോഡലിംഗ് ഒരുവിധം എൻഡായിരിക്കും. അല്ലെങ്കിൽ ബിൽഡിംഗ് മോഡലിങ്ങിൻ്റെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ഫങ്ഷണൽ മോഡലിങ്ങിൻ്റെ എൻഡിങ് സ്റ്റേജിലായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, കൂടെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിലും എൻഡിങ് ആണെങ്കിലും രണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യാണ് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേറ്റിലേക്കുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്നതാണ് ഈ ഒരു ഫേസിൽ പറഞ്ഞത്. ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ആണ്. Implementation is the last and final development stage in this methodology. In this phase, the users are trained and the system is actually put into the operational environment. അപ്പോൾ ഈ ഒരു ഫേസിൽ നമ്മുടെ യൂസേഴ്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കും. എല്ലാവർക്കും അങ്ങനെ അറിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കും. പിന്നെ അതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കും, ഓപ്പറേഷണൽ എൻവിറോൺമെൻറ്റിലേക്ക് ഇറക്കും. അറ്റ് എൻഡ് ഓഫ് ദിസ് ഫേസ് ദർ ആർ 4 പോസിബിലിറ്റീസ്. അപ്പോൾ ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് 4 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? എവറിത്തിങ് വാസ് ഡെലിവേർഡ് ആസ് പെർ ദ യൂസർ ഡിമാൻഡ്, സോ നോ ഫർദർ ഡെവലപ്മെൻറ്റ് റിക്വയർഡ്. കസ്റ്റമർ പറഞ്ഞ എല്ലാ രീതിയിലും ഉള്ള ഡിമാൻഡ്സ് റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫങ്ഷണൽ സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് പുതിയ ഇനിയിപ്പോൾ അതിലൊരു റിക്വയർമെൻറ്റും ആഡ് ചെയ്യേണ്ടതായിട്ട്, ഡെവലപ്മെൻറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നതായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ എന്താ, എ ന്യൂ ഫങ്ഷണൽ ഏരിയ വാസ് ഡിസ്കവേർഡ്, സോ റിട്ടേൺ ടു ബിസിനസ് സ്റ്റഡി ഫേസ് ആൻഡ് റിപ്പീറ്റ് ദ ഹോൾ പ്രോസസ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫങ്ഷണൽ ഏരിയ ഇതിൽ വേണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡി ഫേസിലേക്ക് നമുക്ക് തിരിച്ചു പോയിട്ട് വീണ്ടും ഹോൾ പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എ ലെസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ പ്രൊജക്റ്റ് വാസ് മിസ്ഡ് ഔട്ട് ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻ ആൻഡ് സോ ഡെവലപ്മെൻറ്റ് റിട്ടേൺസ് ടു ദ ഫങ്ഷണൽ മോഡൽ ഐറ്ററേഷൻ. ചിലപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം ഈ പ്രൊജക്റ്റിൻ്റെ കുറച്ച് അത്ര വലിയ എസെൻഷ്യൽ പാർട്ടല്ല, പക്ഷേ ചെറുതായിട്ട് അതിൻ്റെ എസെൻഷ്യൽ പാർട്ടായിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ഭാഗം ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, മേ ബി ടൈം ലിമിറ്റേഷൻ കൊണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫങ്ഷണൽ മോഡൽ ഐറ്ററേഷനിലേക്ക് തിരിച്ചു പോവേണ്ടതായിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്താ, സം നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്, സോ ഡെവലപ്മെൻറ്റ് റിട്ടേൺസ് ടു ദ ഡിസൈൻ ആൻഡ് ബിൽഡ് ഐറ്ററേഷൻ ഫേസ്. അപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള പാർട്ടുകളൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് നോൺ ഫങ്ഷണൽ പാർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്തിട്ടില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഏത് ഫേസിലേക്ക് പോകണം, ഡിസൈൻ ആൻഡ് ബിൽഡ് ഐറ്ററേഷൻ ഫേസിലേക്ക് പോകണം. നോക്കുക, അത് നമ്മൾ 4ാമത്തെ ഫേസാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് ടെസ്റ്റിങ്ങും ഫുൾ ഓക്കെ ആക്കി നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിലേക്ക് കൊണ്ടുപോകുന്നൊരു
ഫേസ് അതാണ്. അപ്പോൾ ആ ഒരു ഫേസ് പോയിട്ട് നമ്മൾ ഈ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഇറക്കും. അപ്പോൾ ഇങ്ങനെ 4 പോസിബിലിറ്റീസാണ് ഇതിലെന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഇതിൽ പറയുന്നത് dynamic system development method assumes that all previous steps may be revisited as part of its iterative approach. Therefore, the current step need be completed only enough to move to the next step, since it can be finished in a later iteration. This premise is that the business requirements will probably change anyway as understanding increases, so any further work would have been wasted. അപ്പോൾ എന്താണ് പറഞ്ഞത് വെച്ചാൽ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഐട്രേഷൻ്റെ ഭാഗമായിട്ട് ഓരോ പ്രീവിയസ് സ്റ്റെപ്പും നമുക്ക് വീണ്ടും വീണ്ടും റീവിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. പിന്നെ വീണ്ടും നമുക്ക് ലേറ്റർ ഐട്രേഷനിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ചേഞ്ചസ് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ സ്റ്റെപ്പുകളൊക്കെ റീവിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടിടത്തോളം അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ വരും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും വീണ്ടും ഈ സ്റ്റെപ്പുകളൊക്കെ റീവിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓരോ ഐട്രേഷനിലും. പിന്നെ അടുത്ത് പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദ ടൈം ഈസ് ടേക്കൺ ആസ് എ കൺസ്ട്രെയിൻറ്റ് ദാറ്റ് ദ ടൈം ഈസ് ഫിക്സ്ഡ്, റിസോഴ്സസ് ആർ ഫിക്സ്ഡ് വൈൽ ദ റിക്വയർമെൻറ്റ്സ് ആർ അലൗഡ് ടു ചേഞ്ച്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു മറ്റുള്ളതിന് അതിനെ മാറ്റി നിർത്തുന്ന ഒരു ഫാക്ടറാണ് ടൈം കൺസ്ട്രെയിൻറ്റ്. പറഞ്ഞ സമയത്ത് തീർക്കണം, റിസോഴ്സസ് ആദ്യം ഫിക്സ് ചെയ്തത് മാത്രമേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റിക്വയർമെൻറ്റ്സിൽ എന്ത് വരുത്താം, ചേഞ്ചസ് വരുത്താം എന്നത് ഓക്കെയാണ്. This does not follow the fundamental assumption of making a perfect system at the first time, but provides a usable and useful 80% of the desired system in 20% of the total development time. Modified version of the Pareto principle, 80% of an application can be delivered in 20% of the time it would take to deliver the complete 100% application. അപ്പോൾ പറഞ്ഞത് ഈ ഒരു മെത്തേഡിൽ ഇത് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫസ്റ്റ് ടൈം തന്നെ എന്ത് ചെയ്യില്ല, റിലീസ് ചെയ്യുന്നില്ല. പക്ഷേ യൂസബിൾ ആയിട്ടുള്ളതും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഒരു ഡിസയേർഡ് സിസ്റ്റം, ഒരു 80% ഓഫ് ദി ഡിസയേർഡ് സിസ്റ്റം എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യും. പിന്നെ 20% ഓഫ് ദ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ടൈം, അതായത് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ടൈമിൻ്റെ 20%-ൽ ഒരു 80% എന്ത് ചെയ്യും, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇതൊരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കണക്ക് പറഞ്ഞത്, അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്. മോഡിഫൈഡ് വേർഷൻ ഓഫ് ദ പാരറ്റോ പ്രിൻസിപ്പിൾ എന്താണ്, 80% ഓഫ് ആൻ ആപ്ലിക്കേഷൻ ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ 20% ഓഫ് ദ ടൈം ഇറ്റ് വുഡ് ടേക്ക് ടു ഡെലിവർ ദ കംപ്ലീറ്റ് 100% ആപ്ലിക്കേഷൻ. അപ്പോൾ 20% ടൈമിൽ 80% ഓഫ് ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്തിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫണ്ടമെൻ്റൽ കാര്യം പറഞ്ഞത്. ദിസ് അപ്രോച്ച് ഹാസ് പ്രൂവ്ഡ് ടു ബി വെരി യൂസ്ഫുൾ അണ്ടർ ടൈം കൺസ്ട്രെയിൻസ് ആൻഡ് വാരിയിങ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ റിക്വയർമെൻറ്റ്സ് മാറി മാറി വരുന്ന കണ്ടീഷനിലും ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലും ഈ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാണ്, നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു അപ്രോച്ചിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം എന്തൊക്കെയാണ്. ബേസിക് പ്രൊഡക്റ്റ് ഫങ്ഷനാലിറ്റി ക്യാൻ ബി ഡെലിവേർഡ് റാപ്പിഡ്ലി, റാപ്പിഡായിട്ട് അതായത് ക്വിക്കായിട്ട് നമുക്ക് ബേസിക് പ്രൊഡക്റ്റ് ഫങ്ഷൻസ് ഡെലിവർ ചെയ്യാൻ പറ്റും. ഡെവലപ്പേഴ്സ് ക്യാൻ ഈസി ആക്സസ് ടു എൻഡ് യൂസേഴ്സിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓൺ ടൈമിൽ നമുക്ക് റിലയബിളായിട്ട് പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. യൂസർ പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് യൂസർ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ത്രൂ ഔട്ട് പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ. പിന്നെ ഐട്രേറ്റീവ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൺ ടൈമിൽ പ്രൊജക്റ്റിന് ഡെലിവർ ചെയ്യാൻ പറ്റും. ഫിക്സഡ് ബഡ്ജറ്റിൽ കവർ ചെയ്യാനും പറ്റും. അതാണ് അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് വന്നിട്ട് DSDM ക്യാൻ റെപ്രസെൻ്റ് എ ഡ്രമാറ്റിക് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ചേഞ്ച് ഇൻ കമ്പനി കൾച്ചർ. അതായത് ടോട്ടൽ ഓർഗനൈസേഷനിൽ ഒരു കോമൺ റൂളൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു മെത്തേഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഈ സ്ക്രമ്മിലൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ്റെയും റൂളിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു കമ്പനി കൾച്ചറിന് അവരുടെ ഒരു സംസ്കാരം ഉണ്ടാവും, അതായത് ഒരു ഫോളോ ചെയ്യുന്ന റൂള്, അതിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. പിന്നെ കോസ്റ്റ്ലി ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ.
പിന്നെ നോട്ട് ഐഡിയൽ ഫോർ സ്മോൾ ഓർഗനൈസേഷൻസിന് പറ്റിയ ഒരു അപ്രോച്ച് അല്ല. അതേപോലെ വൺ ടൈം പ്രൊജക്റ്റിന് നല്ലൊരു അപ്രോച്ച് അല്ല അത്. പിന്നെ റെസ്ട്രിക്റ്റീവ് ആണ്, ഡിഫിക്കൾട്ട് ടു വർക്ക് വിത്ത് കമ്പയർഡ് ടു അതർ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ്സ്. അതർ അജൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സ് മെത്തേഡ്സ് വെച്ചിട്ട് കുറച്ചും കൂടെ ഡിഫിക്കൾട്ടാണ് ഈ ഒരു വർക്കിൽ മെത്തേഡ് അപ്രോച്ചിൽ പോവുക എന്നുള്ളത്. പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കോസ്റ്റ്ലി ആണെന്ന് ഒരിക്കൽ പറഞ്ഞു. കാരണം അതിൽ യൂസേഴ്സ് ഡെവലപ്പേഴ്സൊക്കെ ഹൈലി ട്രെയിൻഡ് ആയിരിക്കണം. അത് ഈ ഒരു വിധം എല്ലാ മെത്തേഡ്സിലും ട്രെയിൻഡ് ആയിരിക്കണം, അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ റിലേറ്റീവ്ലി ന്യൂ മോഡലാണ് DSDM എന്ന് പറയുന്നത്. അപ്പോൾ അത്ര കോമൺ അല്ല, അത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് എന്നതാണ്. നല്ല ട്രെയിനിങ്ങും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് DSDM എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് പറയുന്നത് FDD ആണ്, ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റ്. അതെന്താണ്? ഒരു ക്ലയൻറ്റ് സെൻട്രിക് ആർക്കിടെക്ചർ ഓറിയൻറ്റഡ് അഡാപ്റ്റീവ് ലൈറ്റ് വെയ്റ്റ് ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെൻ്റൽ അജൈൽ മെത്തേഡ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ. അതായത് ഈ പറഞ്ഞ ഒരുവിധ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ക്ലയൻറ്റ് സെൻട്രിക് ആണ്, കസ്റ്റമർ ഇൻട്രാക്ഷൻ ഉണ്ട്, ആർക്കിടെക്ചർ ഓറിയൻറ്റഡ് ആണ്, അഡാപ്റ്റീവ് ആണ്, ചേഞ്ചസിന് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഐട്രേറ്റീവ് ആണ്, ഇൻക്രിമെൻ്റൽ ആണ്, ഒരു അജൈൽ മെത്തേഡുമാണ്. FDD was originally conceived by Peter Code and his colleagues in the year 1999 as a practical process model for object-oriented software developing. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവരുടെ പ്രാക്ടിക്കൽ ഡെമോൻ്റെ ഭാഗമായിട്ട് ഈ പീറ്റർ കോഡും അയാളുടെ കൊളീഗ്സും കൂടുതലുള്ള ആളുകളും 1999 കൊണ്ടുവന്ന ഒരു ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് FDD എന്ന് പറയുന്നത്. Stephen Palmer and John Felsing in the year 2002 have extended and improved Code's work describing an adaptive agile process that can be applied to moderately sized and larger software projects. അപ്പോൾ ഈ പീറ്റർ കോഡ് കൊണ്ടുവന്ന ഈ ഒരു ഇതിലേക്ക് ഒന്നും കൂടെ എക്സ്റ്റെൻറ്റീവായിട്ട് വേറെ ആരൊക്കെ വന്നു? സ്റ്റീഫൻ പാൾമറും അതേപോലെ ജോൺ ഫെൽസിങ്ങും 2002 കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് ഇംപ്രൂവ്ഡ് വർക്ക് കൊണ്ടുവന്നു. അതായത് ആദ്യം കൊണ്ടുവന്ന ആളെ വർക്കിൽ ഒന്നും കൂടെ ഇംപ്രൂവൈസ്ഡ് വേർഷൻ കൊണ്ടുവന്നു. അതിലെന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു? അതിൻ്റെ അഡാപ്റ്റീവ്നെസ്, അതായത് റിക്വയർമെൻറ്റ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാക്കി. അതേപോലെ മോഡറേറ്റ്ലി സൈസ്ഡ് ആൻഡ് ലാർജ് പ്രൊജക്ട്സിനൊക്കെ, സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് മെത്തേഡാക്കി FDDനെ എന്ത് ചെയ്തു? മാറ്റി. FDD blends a number of industry recognized best practices into a cohesive whole. Its main purpose is to deliver tangible working software repeatedly in a timely manner. അപ്പോൾ ഒരു ഇപ്പോൾ ഈ പറഞ്ഞതിനെക്കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ഇവരത് കൊണ്ടുവരാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഒരു ടൈംലി മാനറിൽ ഒരു കംപ്ലീറ്റ് വർക്കിംഗ് സോഫ്റ്റ്വെയർ ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അപ്രോച്ചിനെ അവർ എന്ത് ചെയ്തത്? റീക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നോക്കാം ഇതിൽ അഡോപ്റ്റ് ചെയ്ത ഫിലോസഫീസ് എന്തൊക്കെയാണെന്നുള്ളത്. എംഫസൈസസ് കൊളാബറേഷൻ എമംഗ് പീപ്പിൾ ഓൺ ആൻ FDD ടീം. അതായത് FDD ടീമും പീപ്പിളും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ഇതിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. മാനേജസ് പ്രോബ്ലം ആൻഡ് പ്രൊജക്റ്റ് കോംപ്ലക്സിറ്റി യൂസിങ് ഫീച്ചർ ബേസ്ഡ് ഡീകമ്പോസിഷൻ ഫോളോഡ് ബൈ ദ ഇൻറ്റഗ്രേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ്സ്. അതായത് പ്രോബ്ലംസും പ്രൊജക്റ്റിൻ്റെയും കോംപ്ലക്സിറ്റി ഇവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഓരോ ഫീച്ചേഴ്സിനെയും എടുത്തിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യും. അതായത് സ്മോളർ പാർട്ടാക്കി അതിനെ മൈന്യൂട്ടാക്കി അതിനെ അനലൈസ് ചെയ്യും, ഡീകമ്പോസ് ചെയ്തെടുക്കും. എന്നിട്ട് സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റിലേക്ക് ഓരോ ഐട്രേഷനിലേക്കും അതെന്ത് ചെയ്യും? അവരത് ചേർത്ത് കൊടുക്കും, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും ഈ ഓരോ ഫീച്ചറിനെയും. അങ്ങനെയാണ് പ്രോബ്ലത്തിനെയും പ്രൊജക്റ്റിൻ്റെ കോംപ്ലക്സിറ്റിയും പ്രോബ്ലത്തിൻ്റെ മാനേജ്മെൻറ്റൊക്കെ അവരിതിലൂടെ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ടെക്നിക്കൽ ഡീറ്റെയിൽ യൂസിങ് വെർബൽ, ഗ്രാഫിക്കൽ ആൻഡ് ടെക്സ്റ്റ് ബേസ്ഡ് മീൻസ്. അതേപോലെ തന്നെ ഇതിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? വെർബൽ ഉണ്ട്, ഗ്രാഫിക്കൽ ഉണ്ട്, ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും നടക്കുന്നുണ്ട്. FDD emphasizes software quality assurance activities by encouraging an incremental development strategy, the use of design and code inspections, the application of software quality assurance audits, the collection of metrics, and the use of patterns for analysis, design and construction. ടേംസ് കേട്ടിട്ട് ഇതാവേണ്ട, അതായത് സിമ്പിൾ കാര്യങ്ങളാണ്. FDDയിലൂടെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, അഷ്വറൻസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്
ഇൻക്രിമെൻ്റൽ മെത്തേഡിലൂടെ അവരെന്ത് ചെയ്യുകയാണ്, സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മാക്സിമം തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് ഓരോ ഇറ്ററേഷനിലും ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസൈൻ ആൻഡ് കോഡിംഗ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസൈനിങ്ങിനും അതേപോലെ കോഡിനും ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, റീചെക്ക് ചെയ്യും. അപ്പോൾ വേറൊന്നെന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി അഷ്വറൻസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് നടത്തും. ഓഡിറ്റിംഗ് നടത്തുക പറഞ്ഞാൽ ഇതേപോലെ രണ്ടാമതൊന്നും കൂടെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എന്ത് ചെയ്യും, റീചെക്കിങ് നടത്തും. അതേപോലെ ദ കളക്ഷൻ ഓഫ് മെട്രിക്സ് മീൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസുകളൊക്കെ വീണ്ടും ഡാറ്റാസുകളൊക്കെ കളക്ട് ചെയ്യും. ആൻഡ് ദ യൂസ് ഓഫ് പാറ്റേൺസ്, ഇതിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പാറ്റേണുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അനാലിസിസ് പാറ്റേൺ ഉണ്ടാവും, ഡിസൈനിങ്ങിൽ വരുന്ന പാറ്റേൺ ഉണ്ടാവും, കൺസ്ട്രക്ഷൻ പാറ്റേൺസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇവർ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്വറൻസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ആസ് ദ നെയിം ഇംപ്ലൈസ് ഫീച്ചേഴ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് FDD എന്ന് പറയുന്നത് തന്നെ ഫീച്ചർ ഡ്രിവൺ ഡെവലപ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനായിരിക്കും, ഫീച്ചേഴ്സിനായിരിക്കും. എ ഫീച്ചർ ഈസ് എ സ്മോൾ ക്ലയൻറ്റ് വാല്യൂഡ് ഫംഗ്ഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ആക്ഷൻ റിസൾട്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ഫീച്ചർ എന്നുള്ളതിനെ ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് ഒരു ക്ലയൻറ്റ് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, ക്ലയൻറ്റ് പറഞ്ഞ ഒരു റിക്വയർമെൻറ്റ്, അതായിരിക്കും ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ആക്ഷൻ, ഒരു ഫീച്ചറിന് ഒരു ആക്ഷൻ, അതിൻ്റെ റിസൾട്ട് വരും, അതിന്നൊരു ഒബ്ജക്റ്റ് വരും. ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഓഫ് എ സെയിൽ. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ടോട്ടൽ സെയിലിൻ്റെ ടോട്ടൽ എത്ര ആയി എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ദ പാസ്വേഡ് ഓഫ് എ യൂസർ, അതേപോലെ ഒരു യൂസർ പാസ്വേഡ് വാലിഡേഷൻ നടത്തണം. ഓതറൈസ് ദ സെയിൽസ് ട്രാൻസാക്ഷൻ ഓഫ് എ കസ്റ്റമർ, ഒരു കസ്റ്റമറുടെ ട്രാൻസാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തിയതൊക്കെ ഓതറൈസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്, റിക്വയർമെൻറ്റ്സ് അല്ലേ ഒരു സോഫ്റ്റ്വെയറിൽ വേണ്ട. അതായത് മൊത്തം ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു യൂസർ പാസ്വേഡ് കൊടുക്കുമ്പോൾ അതോ കറക്റ്റ് പാസ്വേഡ് തന്നെ ആയിരിക്കണ്ടേ, വാലിഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അതൊക്കെ ഓതറൈസ്ഡ് ആയിരിക്കണം. ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ട് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ, അങ്ങനത്തെയൊക്കെ റിക്വയർമെൻറ്റ്സിനെയാണ് ഫീച്ചേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ആർ ടു FDD ആസ് യൂസർ സ്റ്റോറീസ് ആർ ടു സ്ക്രം. അതായത് സ്ക്രമ്മിൽ യൂസർ സ്റ്റോറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെയാണ് FDDയിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി സോഴ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദ പ്രൈമറി ഇൻപുട്ട് ഇൻ ടു യുവർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഫീച്ചേഴ്സാണ്. അപ്പോൾ FDD മെത്തേഡിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ പ്രൈമറി സോഴ്സ് ഓഫ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സാണ്. അതേപോലെ നമ്മൾ പ്ലാനിങ്ങിലേക്കുള്ള പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫീച്ചേഴ്സാണ്. അപ്പോൾ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു മെത്തേഡിൽ നോക്കുന്നത്. ദ FDD അപ്രോച്ച് ഡിഫൈൻസ് 5 കൊളാബറേറ്റിംഗ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആണ് FDDയിലുള്ളത്. ഇൻ FDD ദീസ് ആർ കാൾഡ് പ്രോസസ്സസ്. FDDയിൽ ഇതിനെ പ്രോസസ്സ് എന്ന് പറയും. ഏതൊക്കെയാണ്, ഡെവലപ്പ് ആൻ ഓവറോൾ മോഡൽ, ബിൽഡ് എ ഫീച്ചേഴ്സ് ലിസ്റ്റ്, പ്ലാൻ ബൈ ഫീച്ചർ, ഡിസൈൻ ബൈ ഫീച്ചർ, ബിൽഡ് ബൈ ഫീച്ചർ. ഇങ്ങനെ 5 ഫേസസ് ആണ് FDDയിലുള്ളത്. ഇതിനെ പ്രോസസ്സസ് എന്ന് പറയും. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് 5 വരിക. ഡെവലപ്പ് ആൻ ഓവറോൾ മോഡൽ, ഒരു ഓവറോൾ മോഡൽ ഡെവലപ്പ് ചെയ്യുക. ഡൊമൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം മെമ്പേഴ്സ് വർക്ക് ടുഗദർ അണ്ടർ ദ ഗൈഡിങ് ഹാൻഡ് ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് ഒബ്ജക്റ്റ് മോഡലർ. അപ്പോൾ ഡൊമൈനും അതേപോലെ ഡെവലപ്മെൻറ്റ് ടീം മെമ്പേഴ്സും, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓവറോൾ സ്ട്രക്ചറിൻ്റെയും അതേപോലെ ഡെവലപ്മെൻറ്റ് ടീം മെമ്പേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ആരണ്ടറിലാണ്, ഒരു എക്സ്പീരിയൻസ്ഡ് ഒബ്ജക്റ്റ് മോഡലറിൻ്റെ അണ്ടറിൽ. അയാൾ ആരാണ്, ചീഫ് ആർക്കിടെക്റ്റ്. ഈ ഒബ്ജക്റ്റ് മോഡലറിനെ ചീഫ് ആർക്കിടെക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ അണ്ടറിൽ ഡൊമൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഈ ഒരു ഫസ്റ്റ് ഫേസിൽ ഡൊമൈൻ മെമ്പേഴ്സ് പെർഫോം ആൻ ഇനീഷ്യൽ ഹൈ ലെവൽ വാക്ക് ത്രൂ ഓഫ് ദ സ്കോപ്പ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഡൊമൈൻ മെമ്പേഴ്സ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ സ്കോപ്പിലൂടെ ഇവരൊന്നിങ്ങനെ നോക്കി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു സ്കോപ്പ് നോക്കുന്ന ആളുകളാണ് ഡൊമൈൻ മെമ്പറിൽ ഉണ്ടാവുക. ദെൻ ദ ഡൊമൈൻ മെമ്പേഴ്സ് പെർഫോം സം ഡീറ്റെയിൽഡ് വാക്ക് ത്രൂസ് ഓഫ് ഈച്ച് ഏരിയ ഓഫ് ദ പ്രോബ്ലം ഡൊമൈൻ. അതിനുശേഷം ഓരോ പ്രോബ്ലത്തിലൂടെയും ഇവരിങ്ങനെ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കും ഡൊമൈൻ മെമ്പേഴ്സ്. ആഫ്റ്റർ ഈച്ച് വാക്ക് ത്രൂ ദ ഡൊമൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മെമ്പേഴ്സ് വർക്ക് ഇൻ സ്മോൾ ഗ്രൂപ്പ് ടു പ്രൊഡ്യൂസ് ഒബ്ജക്റ്റ് മോഡൽസ് ഫോർ ദാറ്റ് ഏരിയ ഓഫ് ദ ഡൊമൈൻ. അപ്പോൾ ഓരോ ഇങ്ങനെ അവരുടെ നോട്ടത്തിലും അനാലിസിസിലും ഈ ഡൊമൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മെമ്പേഴ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ട് ഓരോ ഡൊമൈനിലുള്ള ഒബ്ജക്റ്റ് മോഡൽസ് അവരെന്ത് ചെയ്യും, ഇങ്ങനെ ആ ഏരിയയിൽ വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും. ഏകദേശം ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും.
Each small group composes its own model in support of the domain walkthrough and presents its result for peer review and discussion. അപ്പോൾ ഓരോ പ്രാവശ്യം അവരിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഡൊമെയിൻ മോഡൽസിനെ അവരെന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും, അതേപോലെ ഡിസ്കഷൻസും പിന്നീട് നടത്തും. വൺ ഓഫ് ദ പ്രപ്പോസ്ഡ് മോഡൽസ് ഓർ എ മെർജ് ഓഫ് ദ മോഡൽസ് ഈസ് സെലക്റ്റഡ് ബൈ കൺസെസസ് ആൻഡ് ബിക്കംസ് ദ മോഡൽ ഫോർ ദാറ്റ് ഡൊമെയിൻ ഏരിയ. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് ഏറ്റവും പ്രപ്പോസ്ഡ് ആയിട്ട് വരുന്ന ഒരു മോഡലിനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇത്രയും മോഡൽസ് എന്നൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത മോഡൽസ് എന്നൊക്കെ മെർജ് ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ട് ഒരു മോഡൽ അവർ എടുക്കും. ആ ഒരു ഡൊമെയിൻ ഏരിയയ്ക്കുള്ള ഒരു സൊല്യൂഷനായിട്ട് അവരതിനെ സെലക്ട് ചെയ്യും. ദ ഡൊമെയിൻ ഏരിയ മോഡൽ ഈസ് മെർജ്ഡ് ഇൻ ടു ഓവറോൾ മോഡൽ അഡ്ജസ്റ്റിംഗ് ദ മോഡൽ ഷേപ്പ് ആസ് റിക്വയർഡ്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത, ഇങ്ങനെ സെലക്ട് ചെയ്ത ആ ഡൊമെയിൻ മോഡലിനെയാണ് പിന്നെ ഓവറോൾ മോഡലിലേക്ക് എന്ത് ചെയ്യുന്നത്, കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മൊത്തം സിസ്റ്റത്തിനെ ഒന്ന് മൊത്തം നോക്കും, അനാലിസ് ചെയ്യും, പിന്നെ ഓരോ ഡൊമെയിൻ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യും, അതിന് വേണ്ട സ്മോൾ സൊല്യൂഷൻസ് ഡൊമെയിൻ മോഡൽസ് ഉണ്ടാക്കും. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയതോ അല്ലെങ്കിൽ മൊത്തം കൂട്ടിച്ചേർത്തിട്ടോ ആയിട്ടുള്ളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓവറോൾ മോഡലിലേക്ക് എന്ത് ചെയ്യും, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അടുത്ത ഫേസ് വന്നിട്ട് ബിൽഡ് ഫീച്ചേഴ്സ് ലിസ്റ്റാണ്. എ ടീം യൂഷ്വലി കംപ്രൈസിങ് ജസ്റ്റ് ദ chief programmers from process 1 is formed to decompose the domain functionality. അപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ട് ചീഫ് പ്രോഗ്രാമേഴ്സ് ഉണ്ടാവും. അപ്പോൾ പ്രോസസ്സ് 1 ഫോം ചെയ്ത ഫങ്ഷനാലിറ്റീസിനൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈസ് ഫോംഡ് ടു ഡീകമ്പോസ് ദ ഡൊമെയിൻ ഫങ്ഷനാലിറ്റീനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ്. Based on the partitioning of the domain by domain experts in process 1, the team breaks the domain into a number of areas. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ ഡൊമെയിനെ ഇങ്ങനെ സ്മോളർ ഗ്രൂപ്പാക്കിയിട്ട് മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. സ്മോളർ ഗ്രൂപ്പായിട്ട് അവർ മാറിയിട്ട് സ്മോളർ ഏരിയാസ് ആക്കി മാറ്റി അവർ ഡൊമെയിൻ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടീഷനിൽ ഡൊമെയിനെ ഡിഫറെൻറ്റ് ഏരിയാസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേജർ ഫീച്ചർ സെറ്റ്സ് എന്നുള്ള ഒരു ഏരിയ ഉണ്ടാവും. അതായത് ഏറ്റവും മേജറായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഏരിയ അതൊന്ന്, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. ഈച്ച് ഏരിയ ഈസ് ഫർദർ ബ്രോക്കൺ ഇൻ ടു എ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ഓരോ ഏരിയയിലും പിന്നെയും വീണ്ടും ചെറിയ ആക്ടിവിറ്റീസ് ഉള്ള ഏരിയാസ് ആക്കി മാറ്റുക. അതായത് ഒരു ഫീച്ചറിനെ സ്മോളർ ആക്കിയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് മെയിൻ ചെയ്യുന്നത്. Each step within an activity is identified as a feature. The result is a hierarchically categorized features list. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഹൈയറാർക്കിക്കലി വലിയൊരു ഫീച്ചേഴ്സ് ലിസ്റ്റ് നമുക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത്രയും മൈന്യൂട്ട് ആയതുവരെ ബ്രോക്കൺ ചെയ്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്കൊരു ഹൈയറാർക്കിക്കലി കാറ്റഗറൈസ്ഡ് ഫീച്ചേഴ്സ് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. മൂന്നാമത്തേത് പ്ലാൻ ബൈ ഫീച്ചറാണ്. ദ പ്രൊജക്ട് മാനേജർ, ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് ചീഫ് പ്രോഗ്രാമേഴ്സ് പ്ലാൻ ദ ഓർഡർ ദാറ്റ് ദ ഫീച്ചേഴ്സ് ആർ ടു ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ ഇവർ 3 പേരും ചേർന്നിട്ട് ഈ ഫീച്ചറിനെ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഓർഡർ ആക്കണം. ഒരു ഓർഡറിൽ കൊണ്ടുവരണമല്ലോ, അത് ഓർഡർ ആക്കും. ബേസ്ഡ് ഓൺ ഫീച്ചർ ഡിപ്പെൻഡൻസീസ്. ഇപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു ഫീച്ചർ ആദ്യം പോയി ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഫീച്ചർ വരുന്നത് വേറൊരു ഫീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ ആദ്യം ആ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് ഫീച്ചറിനെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ബേസിട്ട് ഓർഡർ ചെയ്യും. ലോഡ് അക്രോസ് ദ ഡെവലപ്മെൻറ്റ് ടീം ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി ഫീച്ചേഴ്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. പിന്നെ എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് ഇതിനൊരു ഓർഡറിങ് കൊടുക്കും. The main task in this process are not a strict sequence. Like many planning activities, they are considered together with refinements made from one or more tasks, then the others are considered again. അപ്പോൾ മറ്റുള്ള പ്ലാനിങ് ആക്ടിവിറ്റീസിലുള്ള പോലെയൊക്കെ തന്നെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, റിഫൈൻമെൻറ്റ്സ് നടത്തും. അതായത് ഇങ്ങനെ നോക്കും, ഒന്നുകൂടെ അനലൈസ് ചെയ്യും. ഓരോ ടാസ്ക് വെച്ചിട്ട് റിഫൈൻമെൻറ്റ്സ് നടത്തിയിട്ട് എന്ത് ചെയ്യും, അതിനെ വേണമെങ്കിൽ വീണ്ടും കൺസിഡർ ചെയ്യും. ചിലപ്പോൾ വേണ്ട തോന്നും, ചിലപ്പോൾ വേണം തോന്നിയാൽ വീണ്ടും അതിനെ ആ ഒരു ഫീച്ചറിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. A typical scenario is to consider the development sequence, then consider the assignment of feature sets to chief programmers. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് ആദ്യം ഡെവലപ്മെൻറ്റ് സീക്വൻസ് കൺസിഡർ ചെയ്യും. ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൺസിഡർ ചെയ്യും. പിന്നെ അസൈൻമെൻറ്റ് ഓഫ് ഫീച്ചേഴ്സ് സെറ്റ്സ് ടു കൺസിഡർ ദ അസൈൻമെൻറ്റ് ഓഫ് ഫീച്ചേഴ്സ് സെറ്റ്സ് ടു ചീഫ് പ്രോഗ്രാമേഴ്സിന് അസൈൻ ചെയ്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യും. പിന്നെ കൺസിഡർ വിച്ച് ഓഫ് ദ കീ ക്ലാസ്സസ് ആർ അസൈൻഡ് ടു വിച്ച് ഓഫ് ദ ഡെവലപ്പേഴ്സ്. ഏതൊക്കെ ക്ലാസ് ഏതൊക്കെ ഡെവലപ്പേഴ്സിനാണ് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ
നോക്കും. അതായത് ഒരുവിധം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫേസിൽ പോകും. When this balance is achieved and the development sequence and assignment of business activities to chief programmers is essentially completed, the class ownership is completed. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് ഓണർഷിപ്പ് എന്തായി കംപ്ലീറ്റ് ആയി. അതായത് ഓരോരുത്തർക്കും പാർട്ടീഷൻ ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് ഓരോ സെക്ഷൻസ് ഓരോ ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഈ ഒരു ഫേസോട് കൂടി കംപ്ലീറ്റഡ് ആയി. അടുത്തത് പ്ലാനിങ്ങിൻ്റെ രീതിയും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു. അസൈനിങ്ങും ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടുത്തത് വരുന്നത് ഡിസൈൻ ബൈ ഫീച്ചറാണ്. അപ്പോൾ അതിലെന്താ വരുന്നത്, ഡിസൈൻ ബൈ ഫീച്ചറിൽ വന്നിട്ട് എ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ആർ ഷെഡ്യൂൾഡ് ഫോർ ഡെവലപ്മെൻറ്റ് ബൈ അസൈനിങ് ദം ടു എ ചീഫ് പ്രോഗ്രാമർ. അപ്പോൾ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഷെഡ്യൂൾ ചെയ്യും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചീഫ് പ്രോഗ്രാമേഴ്സിന് അതൊക്കെ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. ദ ചീഫ് പ്രോഗ്രാമർ സെലക്ട്സ് ഫീച്ചേഴ്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഫ്രം ഹിസ് ഓർ ഹെർ ഇൻബോക്സ് ഓഫ് അസൈൻഡ് ഫീച്ചേഴ്സ്. Operationally, it is often the case that the chief programmer schedules small group of features at a time for development. അപ്പോൾ ഇവർ അറ്റ് എ ടൈമിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാംസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഷെഡ്യൂൾ എടുക്കുന്നുള്ളൂ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നില്ല. he or she may choose multiple features that happen to use the same class, hence developers. Such a group of features forms a chief programmer work package. അപ്പോൾ ഹി ഓർ ഷീ എന്ന് പറയുന്നത് ആരും ആവാമല്ലോ. അപ്പോൾ മേ ചൂസ് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ്, ചിലപ്പോൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ചൂസ് ചെയ്യാം ഒരേ ക്ലാസ്സിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഫീച്ചറിലൂടെ സച്ച് എ ഗ്രൂപ്പ് ഓഫ് ഫീച്ചേഴ്സ് ഫോം. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് കൂടി ചേർന്ന് ചീഫ് പ്രോഗ്രാമർ അപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു പാക്കേജിലായിരിക്കും. ഒരുപാട് ഫീച്ചേഴ്സ് ചേരുമ്പോൾ, മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ചേരുമ്പോൾ അതെന്താവും, ഒരു പാക്കേജായിട്ട് മാറും. അപ്പോൾ ഒരു പാക്കേജിലായിരിക്കും ഒരു ചീഫ് പ്രോഗ്രാമർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. The chief programmer then forms a feature team by identifying the owners of the classes, developers likely to be involved in the development of the selected features. ഇപ്പോൾ ചീഫ് പ്രോഗ്രാമർ പിന്നെന്താ ചെയ്യുന്നത്, ഒരു ഫീച്ചർ ടീം ഉണ്ടാക്കും. ആ ഫീച്ചർ ടീമിൽ നിന്ന് എന്ത് ചെയ്യും, മനസ്സിലാക്കും. ഓരോ ക്ലാസ്സും ഇപ്പോൾ ഓരോ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ചീഫ് പ്രോഗ്രാമർ എടുക്കുന്ന ഈ ഫീച്ചേഴ്സും ഏത് ക്ലാസ്സുമാണ് എന്ന് നോക്കിയിട്ട് ആ ക്ലാസ് മുന്നേ അസൈൻ ചെയ്ത് കൊടുത്തത് ഏത് ഡെവലപ്പേഴ്സിനാണെന്ന് നോക്കും, ഏത് ഓണേഴ്സിനാണെന്ന് നോക്കും. അവരും ചേർന്നിട്ട്, അപ്പോൾ ഈ ചീഫ് പ്രോഗ്രാമറും ഈ ക്ലാസ്സസിൻ്റെ ഡെവലപ്പേഴ്സും ഓണേഴ്സും തമ്മിൽ ഒരു ഫീച്ചർ ടീമായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു സെലക്റ്റഡ് ക്ലാസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പിന്നെ മുന്നോട്ട് പോകും. സെലക്റ്റഡ് ഫീച്ചറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് ഒരു ഫീച്ചർ ടീമായിട്ട് മുന്നോട്ട് പോകും. The chief programmer then refines the object model based on the content of the sequence diagram. അപ്പോൾ സീക്വൻസ് ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ്, ഈ ഒരു ഡെവലപ്പ് ചെയ്ത ഒബ്ജക്റ്റ് മോഡലിനെ ഒന്നും കൂടെ റിഫൈൻ ചെയ്യും, അതായത് ഒന്നും കൂടെ അനലൈസ് ചെയ്യും. ദ ഡെവലപ്പേഴ്സ് റൈറ്റ് ക്ലാസ് ആൻഡ് മെത്തേഡ് പ്രോലോഗ്സ്. ഡെവലപ്പേഴ്സ് ഈ ഒരു ഒബ്ജക്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്തതിൽ അവർ എഴുതിയ ക്ലാസ്സും അതേപോലെ മെത്തേഡുകളൊക്കെ ഒന്നും കൂടെ റിഫൈൻ ചെയ്യും. എ ഡിസൈൻ ഇൻസ്പെക്ഷൻ ഈസ് ഹെൽഡ്. അപ്പോൾ ഈ ചീഫ് പ്രോഗ്രാമർ ഈ ഒരു മോഡലിലൊക്കെ കംപ്ലീറ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യും, ഇൻസ്പെക്ഷൻ നടത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ മറ്റേ ടീമിനുമായിട്ട് ഈ ചീഫ് പ്രോഗ്രാമർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് രണ്ടാമതൊരു ഇൻസ്പെക്ഷനാണ് നടക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിൽഡ് സീക്വൻസ് ഡയഗ്രാംസ് ഒക്കെ കംപ്ലീറ്റ് ഡയഗ്രാംസ് നിങ്ങൾക്ക് അടുത്ത 3rd മൊഡ്യൂളിൽ വരുന്നുണ്ട്, അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബിൽഡ് ബൈ ഫീച്ചറാണ് അഞ്ചാമത്തെ ഫേസ് എന്ന് പറയുന്നത്. വർക്കിംഗ് ഫ്രം ദ ഡിസൈൻ പാക്കേജ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഡിസൈൻ ബൈ ഫീച്ചർ പ്രോസസ്. ദ ക്ലാസ് ഓണേഴ്സ് ഇംപ്ലിമെൻറ്റ് ഐറ്റംസ്. അപ്പോൾ അഞ്ചാമത്തെ ഫേസ് വന്നിട്ട് ബിൽഡ് ബൈ ഫീച്ചറാണ്. അപ്പോൾ അതിൽ പറയുന്നത് വർക്കിംഗ് ഫ്രം ദ ഡിസൈൻ പാക്കേജ്. അപ്പോൾ ഇതുവരെ വർക്ക് ചെയ്തത് ഡിസൈൻ പാക്കേജിലാണ്. മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ചേർന്നൊരു ഡിസൈൻ പാക്കേജ് ആക്കി. എന്നിട്ട് ഡിസൈൻ പാക്കേജിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഡിസൈൻ ബൈ ഫീച്ചർ പ്രോസസ്. ദ ക്ലാസ് ഓണേഴ്സ് ഇംപ്ലിമെൻറ്റ് ഐറ്റംസ് നെസസറി ഫോർ ദെയർ ക്ലാസ് ടു സപ്പോർട്ട് ദ ഡിസൈൻ. അപ്പോൾ ക്ലാസ് ഓണേഴ്സ് ഇതിലൂടെ എന്ത് ചെയ്യും, ഈ ഡിസൈൻ പാക്കേജൊക്കെ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് വേണ്ടത് ആ ഒരു ഫീച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനൊക്കെ എന്ത് ചെയ്യും, ഇതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇംപ്ലിമെൻറ്റ് ദ ഐറ്റംസ് നെസസറി ഫോർ ദെയർ ക്ലാസ് ടു സപ്പോർട്ട് ദ ഡിസൈൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഇൻ ദ വർക്ക് പാക്കേജ്. ദ കോഡ് ഡെവലപ്ഡ് ഈസ് ദെൻ യൂണിറ്റ് ടെസ്റ്റഡ്. ഇതിലൂടെ ഡെവലപ്പ് ചെയ്ത കോഡിനെ പിന്നെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യും. ആൻഡ് കോഡിനെ വീണ്ടും ഇൻസ്പെക്റ്റ് ചെയ്യും. ദ ഓർഡർ ഓഫ് വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ചീഫ് പ്രോഗ്രാമർ. ചീഫ് പ്രോഗ്രാമറാണ് ഇതിനുള്ള ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത്.
അതേപോലെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്ത് കൊടുക്കുന്നത് ചീഫ് പ്രോഗ്രാമറാണ്. ആഫ്റ്റർ എ സക്സസ്ഫുൾ കോഡ് ഇൻസ്പെക്ഷൻ ദ കോഡ് ഈസ് പെർമിറ്റഡ് ടു ബിൽഡ്. അപ്പോൾ കോഡിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോഡിനെ ബിൽഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. അപ്പോൾ ഇത്രയും ആണ് 5 ഫേസസ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് മുന്നേ ഉള്ള ആ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഓവറോൾ മോഡൽ ഡെവലപ്പ് ചെയ്യും, പിന്നെ ബിൽഡ് ഫീച്ചർ ലിസ്റ്റ് ബിൽഡ് ചെയ്യും, പിന്നെ പ്ലാൻ ബൈ ഫീച്ചേഴ്സ് വെച്ചിട്ട് പ്ലാൻ ചെയ്യും, ഫീച്ചേഴ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. ചിലപ്പോൾ അത് പാക്കേജ് ആയിട്ടുള്ള ഡിസൈനിങ് ആയിരിക്കും. പിന്നെ ബിൽഡ് ബൈ ഫീച്ചർ ഇക്കാരം, പിന്നെ ഫീച്ചർ വെച്ചിട്ട് അതിന് വേണ്ടതായിട്ടുള്ള രീതിയിൽ അതിനെ ബിൽഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് 5 ഫേസസ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? FDD helps to move to larger size projects and obtain a repeatable success. ലാർജർ പ്രോജക്ട്സിനെ യൂസ് ചെയ്യാം, റിപ്പീറ്റബിൾ സക്സസ്സിലൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം എന്നതാണ്. ബിൽഡ് അറൗണ്ട് എ കോർ സെറ്റ് ഓഫ് ഇൻഡസ്ട്രി റെക്കഗ്നൈസ്ഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇൻഡസ്ട്രി റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസിലൂടെ നമുക്കൊരു മോഡലിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റെഗുലർ ബിൽസ് എൻഷ്യൂർ ദാറ്റ് ദർ ഈസ് ഓൾവേസ് ആൻ അപ് ടു ഡേറ്റ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ടു ദ ക്ലയൻസ്. റെഗുലർ ആയിട്ടുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എപ്പോഴും നമുക്ക് ക്ലയൻസിന് ഡെമോ ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ ഹെൽപ്സ് ഹൈലൈറ്റിംഗ് ഇൻ്റഗ്രേഷൻ എറേഴ്സ് ഓഫ് സോഴ്സ് കോഡ് ഫ്രം ദ ഫീച്ചേഴ്സ് ഏർലി. അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ എറേഴ്സ്, സോഴ്സ് കോഡിലുള്ള ഇൻ്റഗ്രേഷൻ എറേഴ്സൊക്കെ നമുക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹൈലൈറ്റ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. Visibility of progress and results by frequent, appropriate and accurate progress reporting at all levels inside and outside the project based on completed work. അതേപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ എത്രത്തോളം പ്രോഗ്രസീവ് ആയി, എത്രത്തോളം ആയി എന്നുള്ളത് നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റും. അതേപോലെ ഫ്രീക്വൻ്റ് ആയിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടൊക്കെ ഇതിൻ്റെ പ്രോഗ്രസ്സിന് നമുക്ക് ഓരോ ലെവലിലും ഇൻസൈഡിൽ നിന്നാണെങ്കിലും ഉള്ളത്തെ കാര്യങ്ങളാണെങ്കിലും പുറത്തത്തെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് വിസിബിൾ ആയിരിക്കും പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത്. പിന്നെ റിസ്ക് റിഡക്ഷൻ വയ ഐട്രേഷൻ ഓഫ് ഡിസൈൻ ആൻഡ് ബിൽഡ് ഇൻ സ്മോൾ ചങ്ക്സ്. ചെറിയ ചങ്ക്സ് ആയിട്ട് ബിൽഡ് ചെയ്യണോണ്ടും ഐട്രേഷൻസ് ഉള്ളത് കൊണ്ടും റിസ്ക് എന്തായിരിക്കും? റെഡ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ ക്ലാരിറ്റി ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിസ്റ്റം ടു ബി ബിൽഡ് ഈസ് ഗെയിൻഡ് ബൈ ഡെവലപ്പിംഗ് ആൻ ഓവറോൾ മോഡൽ പ്രോസസ്. റിക്വയർമെൻറ്റ്സിൻ്റെ ക്ലാരിറ്റി ഇതിൽ ഹൈ ആണ്. അതേപോലെ തന്നെ സിസ്റ്റത്തിനെ കുറിച്ചുള്ള മനസ്സിലാക്കൽ, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും ഈ ഒരു മോഡലിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്റ്റിംഗ് ദ പ്രൊജക്റ്റ് ബൈ ഫീച്ചർ ലീഡ്സ് ടു ഗ്രേറ്റർ അക്യുറസി. അതായത് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിംഗ് കണക്കാക്കുക എന്നുള്ള ഫീച്ചറിലൂടെ അതൊരു ഗ്രേറ്റർ അക്യുറസിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫീച്ചർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് ഡെവലപ്പ് നോക്കുന്നത്. അപ്പോൾ ഫീച്ചർ വെച്ചിട്ട് കോസ്റ്റ് നോക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ബെറ്റർ അക്യുറസിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ആ ഒരു പോയിന്റിലൂടെ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ സിമ്പിൾ 5 സ്റ്റെപ്പ് പ്രോസസ് അലോസ് ഫോർ മോർ റാപ്പിഡ് ഡെവലപ്മെൻറ്റ്. സിമ്പിളായിട്ടുള്ള 5 സ്റ്റെപ്പാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് നടക്കും. അലോസ് ലാർജർ ടീംസ് ടു മൂവ് പ്രോഡക്ട്സ് ഫോർവേഡ് വിത്ത് കണ്ടിന്യൂസ് സക്സസ്. ലാർജർ ടീംസിന് പ്രോഡക്ട്സിനെ കണ്ടിന്യൂസ് സക്സസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ലെവറേജസ് പ്രീ ഡിഫൈൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ് സോ ടീംസ് ആർ ഏബിൾ ടു മൂവ് ക്വിക്ക്ലി. അതേപോലെ ഒരു വിധമൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂൾസുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീംസിന് ക്വിക്കായിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി അഡ്വാൻറ്റേജസ് ആയിട്ടൊക്കെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഡസ് നോട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി ഫോർ സ്മോളർ പ്രോജക്ട്സിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഹൈ റിലയൻസ് ഓൺ ചീഫ് പ്രോഗ്രാമർ, ഹി ആക്ട് ആസ് കോർഡിനേറ്റർ, ലെഡ് ഡിസൈനർ ആൻഡ് മെൻറ്റർ. തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൻ ആൾ എന്ന് പറയുന്നത് ചീഫ് പ്രോഗ്രാമറാണ്. അയാളാണ് ഇതിൻ്റെ കോർഡിനേറ്റർ, അയാളാണ് ഇതിൻ്റെ ലീഡിങ് ഡിസൈനർ, അയാളാണ് ഇതിൻ്റെ മെൻറ്റർ. അപ്പോൾ അതേപോലെ മൊത്തം കാരണം എല്ലാ ഇൻസ്പെക്ഷനും എല്ലാ കോർഡിനേഷനും ഫീച്ചർ ഡ്രിവൻ ഗ്രൂപ്പും എല്ലാം ഇയാൾ അണ്ടർ ഗൈഡൻസിലാണ് പോകുന്നത്. അപ്പോൾ ഇയാൾ എന്തായിരിക്കണം? നമുക്ക് അത്രയും വിശ്വസ്തപരമായിട്ടുള്ള ഒരാളായിരിക്കണം ഈ ചീഫ് പ്രോഗ്രാമർ എന്ന് പറയുന്നത്. അടുത്തത് ലെസ് റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ വിച്ച് ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വർക്കെല്ലാം ഇതിൽ ലെസ്സാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും എന്താണ്? ഹൈ ആണ് എന്നാണ് പറഞ്ഞത്.